എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. പരീക്ഷയൊക്കെ അടുത്തു നിന്ന് തോന്നുന്നു. ഓരോ പരീക്ഷ ഇപ്പം പ്രിസൺ ഓഫീസർ പരീക്ഷ കഴിഞ്ഞു, അതുപോലെ എക്സൈസ് പലതരം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം എക്സൈസ് പാടാണെങ്കിൽ പ്രിസൺ ഓഫീസർ ഒരുവിധം എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ ഹെവി എളുപ്പമല്ല, ഒരുവിധം എളുപ്പമായിരുന്നു. അപ്പം എന്തും പ്രതീക്ഷിച്ച് പരീക്ഷാ ഹാളിലേക്ക് പോവുക. കാരണം നിങ്ങൾ വിചാരിച്ച ചിലപ്പം നിങ്ങൾ ഭയങ്കര എളുപ്പമായിരിക്കുമോ പാടാണോ അങ്ങനെ ചിന്തിച്ച് ഹാളിലിരിക്കാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിനനുസരിച്ച് എഴുതാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പാടാണെങ്കിൽ അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് വരിക. അവിടെ 50-50യോ അല്ലാതെ നിങ്ങൾക്ക് ആകെ 40 ചോദ്യം അറിയെങ്കിൽ 40 മാത്രം എഴുതിയിട്ട് വരിക. ക്വസ്റ്റ്യൻ പാടാകുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. അയ്യോ, ഞാൻ പഠിച്ചതൊന്നും വന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, എത്ര നാളുകൊണ്ടേ ഞാൻ പഠിച്ചതാ, രാത്രി ഊണവും ഉറക്കവും ഇല്ലാതെ പഠിച്ചു, ക്ലാസ്സിന് പോയി പഠിച്ചു എന്നൊക്കെ പറയും. അപ്പൊ അതൊന്നും നോക്കരുത്. ചിലപ്പോൾ കട്ട് ഓഫ് ഒക്കെ നല്ല താഴുന്നേ. അതുകൊണ്ട് ക്വസ്റ്റ്യന്റെ നിലവാരം മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാ പോർഷനും കവർ ചെയ്തിട്ടാണ് പരീക്ഷാ ഹാളിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ചോദിക്കുന്നില്ല, വ്യത്യസ്തമായ ചോദ്യമാണെങ്കിൽ എല്ലാവർക്കും അത് തന്നെയായിരിക്കും. എല്ലാവരുടെയും തോന്നല് അത് തന്നെയാണ്. അതുകൊണ്ട് ഹാളിൽ ഇരുന്ന് ടെൻഷൻ അടിച്ച് ഇനി എൻ്റെ ലാസ്റ്റ് അവസരമാണ്, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങ് കറുപ്പിച്ചു, അപ്പോഴായിരിക്കും ചിലപ്പോൾ 40 ശരിയും 30 തെറ്റും എന്നൊക്കെ പറഞ്ഞു വരുന്നത്. 30 തെറ്റാകുമ്പോൾ എത്ര നാൾ കഷ്ടപ്പെട്ട് പഠിച്ച നിങ്ങളുടെ മാർക്കാണ് അതിൽ നിന്ന് നെഗറ്റീവായിട്ട് കുറയുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് കുറയ്ക്കാൻ ഹാളിൽ ഇരുന്ന് ശ്രദ്ധിച്ചോണം. 2 മണിക്ക് ക്വസ്റ്റ്യൻ പൊട്ടിക്കുമ്പോൾ ഒരു 2 മിനിറ്റോ ഒരു 3 മിനിറ്റോ ക്വസ്റ്റ്യൻ മാക്സിമം ഒന്ന് വായിച്ചു നോക്കണം. ഏകദേശം ഒരുവിധം പഠിച്ചതാണോ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, സ്പെഷ്യൽ ടോപ്പിക്കിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, ഭരണഘടനയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇതൊക്കെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണെന്ന് ചിന്തിക്കുക. സിമ്പിളായിട്ട് പോയിട്ട് വരിക. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഈ ഒരു മനസ്ഥിതിയിൽ പോയിട്ട് വന്നാൽ തീർച്ചയായിട്ടും കിട്ടും. അതേ ഉള്ളൂ, അല്ലാതെ എനിക്കിതേ ഉള്ളൂ എന്ന രീതിയിലുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ ഭരണഘടനയ്ക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക കേട്ടോ. ഭരണഘടനയിലെ ലിസ്റ്റുകൾ എപ്പോഴും ഭരണഘടനാ നിർമ്മാണ സഭ ആമുഖത്തിൽ നിന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതുപോലെ പഞ്ചായത്ത് രാജ്, ഹരിത വിപ്ലവം, പുത്തൻ സാമ്പത്തിക നയം, നീതി ആയോഗിന്റെ ധർമ്മങ്ങൾ, അതൊക്കെ നോക്കണം കേട്ടോ. ഹരിത വിപ്ലവം, നീതി ആയോഗിന്റെ ധർമ്മങ്ങൾ, പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ നിർമ്മാണ സഭ ആമുഖം, മൗലിക, എല്ലാം പറയേണ്ടി വന്നാൽ എല്ലാം പറയും. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒത്തിരി നേരമായിട്ട് കത്തിയടിക്കുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ദിവസം നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് വരികയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഞാൻ റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഒരു ടോപ്പിക് ബേസ് എടുക്കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങൾ കേട്ടോണ്ടിരിക്കും. പനിയാണ് ഒന്ന്, അത് നിങ്ങളോട് പറയുന്നില്ല, കാരണം പനി എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും തൊണ്ടവേദനയും പനിയായിട്ടും പരീക്ഷയും അടുത്തത് കൊണ്ട് റിവിഷൻ തരണമല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ എക്സൈസിന് മുമ്പ് 2 ദിവസം മുമ്പ് ഇട്ട് തന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇന്ന് ഇടുന്നത്. നമുക്ക് ഉടനെ കുറച്ച് 2-3 ക്ലാസ്സുകൾ കൂടെ ഇട്ട് തരാം. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കിയടെ. താഴെ പറയുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം എന്നതാണ്. യുഎൻഒ വന്നത്, നമുക്ക് ആദ്യം ബേസ് ഒക്കെ ഒന്ന് നോക്കാം. എന്നാ യുഎൻഒ വന്നത് എന്നാണ്? യുഎൻഒ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 അല്ലെ? ഒക്ടോബർ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ്. ഡിസംബർ 24 കിടക്കുന്നത്, ഒക്ടോബർ 24. അപ്പൊ യുഎൻഒ നിലവിൽ വന്ന എന്നാണ്? 1945 ഒക്ടോബർ 24. അതുകൊണ്ട് യുഎൻ ദിനം എന്നാണ്? ഒക്ടോബർ 24 യുഎൻ ദിനം എന്നെന്ന് ചോദിച്ചാൽ അല്ലെ. ഈ യുഎൻഒ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. മറന്നുപോരുത്, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. യുഎൻഒ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. യുഎൻഒയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപാണ്. യുഎൻഒയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപാണ് യുഎൻഒയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ യുഎൻഒയ്ക്ക് വേണ്ടി അംഗമായത് 6 ദിവസം കഴിഞ്ഞാണ്. 1945 ഒക്ടോബർ 30 അപ്പൊ ഇന്ത്യ അംഗമായത് ഏത് ദിവസമാണ്? 1945 ഒക്ടോബർ 30. ഇവിടെ ഡിസംബർ 30 എന്നല്ലേ? അതും തെറ്റാണ്. അപ്പൊ എന്നാണ് യുഎൻഒ വന്നത്? യുഎൻഒ വന്നത് 45 ഒക്ടോബർ 24. യുഎൻ ദിനമെന്ന ഒക്ടോബർ 24 യുഎൻ ദിനമെന്നു ചോദിച്ചത്. ഇനി യുഎൻഒയുടെ ആസ്ഥാനം എവിടെ? ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപ്. യുഎൻഒ എന്ന ആശയം ആരാ കൊണ്ടുവന്നത്? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. ഇനി ഇങ്ങനെ ഒരിടം ചോദിക്കാം. യുഎൻഒ സംഘടന രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏത്? അതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി ഏതാണ്? അറ്റ്ലാന്റിക് ചാർട്ടർ. ഓർത്തു വെച്ചിങ്ങനെ. ഇനി യുഎൻ ഭരണഘടനയുടെ പേരെന്ത്? യുഎൻ ഭരണഘടനയുടെ പേര് UN ചാർട്ടർ ആണ്.
UN ഭരണഘടനയുടെ പേരെന്താണ്? UN ചാർട്ടറാണ്. UN ഭരണഘടനയുടെ പേരെന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. UNയുടെ ആപ്തവാക്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് യുവർ വേൾഡ്. ഇത് നിങ്ങളുടെ ലോകമാണ്. ഇത് നിങ്ങളുടെ ലോകമാണ് എന്നതാണ്. ഇത് നിങ്ങളുടെ ലോകം എന്നതാണ് UNOയുടെ ആപ്തവാക്യം. ഓർത്തു വെക്കണേ, ഇത് നിങ്ങളുടെ ലോകമാണ് UNO. ഇനി UNOയുടെ ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി സ്ഥലം കൊടുത്തത് ഒരു വ്യവസായിയായ ജോൺ ഡി റോക്ക്ഫെല്ലർ ആണ്. ഒരു വ്യവസായിയായ ജോൺ ഡി റോക്ക്ഫെല്ലർ. ഓർത്തു വെക്കുക, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ട് വരുമ്പം ഇതൊക്കെ വെക്കാം. ജോൺ ഡി റോക്ക്ഫെല്ലർ ആണ്. ഓക്കെ, ഇനി UNOയുടെ 29ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ വന്നത്. UNOയിൽ മൊത്തം എത്ര രാജ്യങ്ങളുണ്ട്? 193 രാജ്യങ്ങൾ. അത് പഠിച്ചു വെച്ചിരിക്കണേ, നല്ലൊരു ക്വസ്റ്റ്യൻ. UNOയിൽ 193 രാജ്യങ്ങളുണ്ട് അല്ലെ. അതിൽ 193ാമത്തത് ആരാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നത്? ദക്ഷിണ സുഡാൻ. അപ്പൊ ടോട്ടൽ എത്ര രാജ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക്? 193 രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഉള്ളത്. അതുപോലെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യന് UN പതാകയുടെ നിറം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. UN പതാകയുടെ നിറം ഇളം നീല പശ്ചാത്തലത്തിൽ വെള്ള ഒലിവില. വെള്ള ഒലിവില, ഇളം നീല പശ്ചാത്തലത്തിൽ വെള്ള ഒലിവിലയാണ് UN പതാകയുടെ നിറം എന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ഏതെന്ന് ചോദിച്ചാൽ ഈ UNO മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിച്ചതെന്ന്. വെരി ഇമ്പോർട്ടന്റ്, ഉറപ്പ് പഠിച്ചു വെച്ചിരിക്കുക. UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതെന്ന് 1948 ഡിസംബർ 10. ഡേറ്റ് തെറ്റരുത്, ഡിസംബർ 10. അതുകൊണ്ട് ഡിസംബർ 10 ഏത് ദിനം? മനുഷ്യാവകാശ ദിനം എന്നെപ്പോഴും ചോദിക്കാറില്ലേ? ഡിസംബർ 10 ഏത് ദിനമാണ്? മനുഷ്യാവകാശ ദിനമായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. അത് നമുക്കൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. UNOയുടെ UN മനുഷ്യാവകാശ പ്രഖ്യാപന ദിനം ഡിസംബർ 10. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ, UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിക്കാം. UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചിരിക്കുക, പോർച്ചുഗൽക്കാരനാണ്. അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽക്കാരനാണ്. പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയാണ്. ഒരു പ്രധാനമന്ത്രി ആയിട്ട് ഇവിടെ വന്ന് UN സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തിയാണ് ഇത് കേട്ടോ. അപ്പൊ UNOയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? പോർച്ചുഗൽകാരനായ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഓക്കെ, അപ്പം ഏറ്റവും മൊത്തം എത്ര രാജ്യങ്ങളുണ്ട്? 193 രാജ്യങ്ങളുണ്ട്. 193ാമത്തെ രാജ്യം ഏതാണ്? അത് ദക്ഷിണ സുഡാൻ. ഇത്രയേ ഉള്ളൂ ഒരു പ്രധാന ഐഡിയ. ഇനി UN ഘടകങ്ങളെ ചോദിച്ചാൽ UNOയുടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. UNOയ്ക്ക് മൊത്തം 6 ഘടകങ്ങളുണ്ട്. പൊതുസഭയുണ്ട്, രക്ഷാസമിതിയുണ്ട്. 1 പൊതുസഭ, 2 രക്ഷാസമിതി, 3 സാമ്പത്തിക സാമൂഹ്യ സമിതി. ഓർത്തു വെച്ചിരിക്കുക, സാമ്പത്തിക സാമൂഹ്യ സമിതി. 4 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, 5 നീതിന്യായ കോടതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. 6 സെക്രട്ടേറിയറ്റ്. 6 ഘടകങ്ങളാണ് UNOയ്ക്കുള്ളത്. UNOയിൽ എല്ലാവരും അംഗങ്ങളാകേണ്ടത് പൊതുസഭയിലാണ്. UNOയുടെ ഏറ്റവും വലിയ ഘടകം ഏത് എന്ന് ചോദിച്ചാലും 193 രാജ്യങ്ങളും അംഗങ്ങളാകേണ്ടത് ഏതിലാണ്? പൊതുസഭയിലാണ്. UNOയുടെ എല്ലാവരും ഉണ്ട്. ഈ പൊതുസഭയിൽ ഒരു പ്രസിഡന്റായ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. UNOയുടെ പൊതുസഭയിലെ പ്രസിഡന്റായ ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് കേട്ടോ. UNOയുടെ പൊതുസഭയിലെ പ്രസിഡന്റായ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ഇനി UNOയുടെ രണ്ടാമത്തെ ഘടകമാണ് രക്ഷാസമിതി. ഈ രക്ഷാസമിതിയിൽ മൊത്തം 15 രാജ്യങ്ങൾ മതി. ഓർത്തു വെച്ചിരിക്കണേ. അതിൽ 5 പേര് സ്ഥിരാംഗങ്ങളും 10 പേര് താൽക്കാലിക അംഗങ്ങളുമാണ്. അപ്പൊ UN രക്ഷാസമിതിയിൽ മൊത്തം എത്ര പേരാണ്? 15 പേര്. 5 പേര് സ്ഥിരാംഗങ്ങളും 10 പേര് താൽക്കാലിക അംഗങ്ങളുമാണ്. ഈ 5 സ്ഥിരാംഗങ്ങളുടെ പേര് പഠിച്ചേരെ ഒരാളെ ഉള്ളൂ ഏഷ്യൻ രാജ്യം. അതുകൊണ്ട് എടുത്ത് പഠിക്കണം. 5 സ്ഥിരാംഗങ്ങൾ: ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക. ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക. അതിലെ ഏക ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ ഏതാ? ചൈനയാണ് പറയേണ്ടത്. ഈ രക്ഷാസമിതിയിൽ വീറ്റോ പവർ ഉള്ളതും ഈ 5 സ്ഥിരാംഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. 10 പേരാണ് താൽക്കാലിക രാജ്യങ്ങൾ. ഇന്ത്യയൊക്കെ താൽക്കാലിക അംഗരാജ്യമായിട്ട് നിൽക്കുകയാണ്. ഏതിലാ? UN രക്ഷാസമിതി. പിന്നെ UNOയുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ ദൈനംദിന ഭരണ സംവിധാനമാണ് സെക്രട്ടേറിയറ്റ്. അവിടുത്തെ ഭരണത്തലവനാണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. സെക്രട്ടറി ജനറൽ 5 വർഷമാണ് കാലാവധി. ഒരു സെക്രട്ടറി ജനറലിന്റെ കാലാവധി ചോദിച്ചാൽ 5 വർഷം. UNOയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ നോർവേക്കാരനായ ഡ്രിഗ്വേലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ കേട്ടോ. ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ യൂതാൻഡ്, ബർമ്മക്കാരനായ യൂതാൻഡ് ആണ് ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ. ഇനി ഇതും കൂടെ ഒന്ന് പഠിച്ചേരെ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം UNOയുടെ ഒരു ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇതിന്റെ ആസ്ഥാനം നെതർലൻഡ്സിൽ
നെതർലൻഡ്സിലെ ഹേഗ് ആണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? നെതർലൻഡ്സിലെ ഹേഗ് ആണ്. 15 ജഡ്ജിമാർ 9 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോയി പഠിച്ചവരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 15. ജഡ്ജിമാരുടെ കാലാവധി എത്ര വർഷമെന്ന് ചോദിച്ചാൽ 9 വർഷമാണ് ജഡ്ജിമാരുടെ കാലാവധി. അതുപോലെ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗ് ആണ്. ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ചോദിച്ചാൽ നാഗേന്ദ്ര സിംഗ് ആണ്. നമ്മുടെ ദൽവീർ ഭണ്ഡാരിയൊക്കെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമായ ഇന്ത്യക്കാരനാണ്. ഓക്കെ, ഇനി ഏറ്റവും പോയിന്റ് നല്ലോണം പറയട്ടെ. പോയിന്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായതെന്ന് ഇങ്ങനെ ചോദിച്ചാൽ 45 ഒക്ടോബർ 30. അടുത്തത് വരും പറയട്ടെ ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് വേണ്ടി 1945 UN ചാർട്ടറിൽ ഒപ്പുവെച്ചതാരെന്ന്. ഇന്ത്യക്ക് വേണ്ടി 1945 UN ചാർട്ടറിൽ ഒപ്പുവെച്ച വ്യക്തി രാമസ്വാമി മുതലിയാർ. തെറ്റിപ്പോരുതേ, രാമസ്വാമി മുതലിയാർ. ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് രാമസ്വാമി മുതലിയാർ. ഓക്കെ, ഇനി കൊച്ചു ചോദ്യം പറയട്ടെ. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂരാണ് കേട്ടോ. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഇന്ത്യക്കാരനാരാണ്? ശശി തരൂരാണ്. അതുപോലെ UN പൊതുസഭയുടെ പ്രസിഡന്റായ ഇന്ത്യക്കാരിയാര? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ഈ UNO പോയി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? അത് മാതാ അമൃതാനന്ദമായി മലയാളത്തിൽ പ്രസംഗിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയി ഹിന്ദിയിൽ പ്രസംഗിച്ചത് ആരാ? AV വാജ്പേയി. നമ്മുടെ പ്രധാനമന്ത്രിയായ AV വാജ്പേയി ആണ് ഹിന്ദിയിൽ പ്രസംഗിച്ചത്. ഇനി UNO തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച വ്യക്തി ആരാ? തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചത് മലയാളിയാണ്, VK കൃഷ്ണമേനോൻ കേട്ടോ. കാശ്മീർ പ്രശ്നമായിരുന്നു. 1957 കാശ്മീർ പ്രശ്നമാണ് UNO പോയി തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചത്. ഓക്കെ, UNO ബന്ധപ്പെട്ടതാണ് ലോകാരോഗ്യ സംഘടന. ഈ ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തെത്തിയ ആദ്യ വനിത രാജ്കുമാരി അമൃത് കൗർ ആണ്. ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തെത്തിയ ആദ്യ വനിത ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. അപ്പൊ UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഇപ്പൊ പോർച്ചുഗൽക്കാരനായ അന്റോണിയോ ഗുട്ടറസ് അല്ലെ. എട്ടാമത്തെ ആള് 2017 തൊട്ട് തുടരുന്നു. 5 വർഷം കഴിഞ്ഞ് വീണ്ടും 5 വർഷമാണ് വീണ്ടും വീണ. അപ്പൊ 5 വർഷം 2017 തൊട്ട് ഇദ്ദേഹം തന്നെയാണ് തുടരുന്നത്. ഓക്കെ, ഏകദേശം ഇത്രയൊക്കെ ആയിരിക്കും UNO ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. അപ്പൊ ഇത് രണ്ടും മനസ്സിലായില്ലേ? അപ്പം അതിന്റെ ഓപ്ഷനുകളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ശരിയായിട്ടുള്ളത് 3ഉം 4ഉം എന്നതാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? 3ഉം 4ഉം എന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. അതിനു മുമ്പ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും കൂടെ നോക്കട്ടെ. ഈ പ്രധാനപ്പെട്ട ലോക സംഘടനകൾ ആസ്ഥാനങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ. പ്രധാനപ്പെട്ട സംഘടനകൾ പറയാം. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? യുനെസ്കോ പാരീസ്. UNOയുടെ കലാകായിക സംഘടനയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. പൈതൃക പട്ടിക തയ്യാറാക്കുന്നതും കലാകായിക സംഘടനയാണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസും യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്കുമാണ്. യുനെസ്കോ പാരീസ്, യുണിസെഫ് എവിടെയാണ്? ന്യൂയോർക്കാണ്. അതുപോലെ ലോകബാങ്കും IMFന്റെ ആസ്ഥാനം എവിടെ? വാഷിംഗ്ടൺ DC. ലോകബാങ്കും IMFും വാഷിംഗ്ടൺ DC. ലോകബാങ്കിന്റെ മറ്റൊരു പേര് IBRD എന്നൊക്കെ ചോദിക്കാം കേട്ടോ. IBRD ലോകബാങ്കിന്റെ മറ്റൊരു പേര്. 1945 ഡിസംബർ 27 നിലവിൽ വന്നതാണ് ലോകബാങ്ക്. ലോകബാങ്കിന്റെയും IMFന്റെയും ആസ്ഥാനം ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്ന് വിളിക്കുന്നത് ഇവരെയാണ് കേട്ടോ. ലോകബാങ്കിനെയും IMFനെയാണ് ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്ന് വിളിക്കുന്നത്. വാഷിംഗ്ടൺ DC ആണ്. IMFന്റെ മലയാളം അന്താരാഷ്ട്ര നാണയനിധി എന്നതാണ് കേട്ടോ. നമ്മുടെ അന്താരാഷ്ട്ര നാണയനിധിയിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പരീക്ഷ റിസർവ് ബാങ്കുകാരാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സംഘടനയാണ് നമ്മുടെ WTOയും WHO ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെയും ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോകാരോഗ്യ സംഘടന, ലോക വ്യാപാര സംഘടനയുടെ ജനീവ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ലോക വ്യാപാര സംഘടന ഉണ്ടല്ലോ, ഇതിന്റെ ആദ്യകാല നാമം ചോദിച്ചിട്ടുണ്ട്. ഗാട്ട് കരാർ. WTOയുടെ ആദ്യകാല നാമം എന്താണ്? ഗാട്ട്. 1948 വന്ന ഗാട്ടാണ് 1995 ജനുവരി 1 എന്തായിട്ട് മാറിയത്? WTO ആയിട്ട് മാറിയത്. അപ്പൊ ലോക വ്യാപാര സംഘടനയുടെ ആദ്യകാല നാമം എന്താണ്? ഗാട്ട് കരാർ എന്നതാണ്. അവിടെ എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എത്രാം പഞ്ചവത്സര പദ്ധതിയിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എത്രാം പഞ്ചവത്സര പദ്ധതി? എത്രാന്നറിയാമോ? ഇന്ത്യ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതേ ഡേറ്റിൽ തന്നെയാണ് WTO വന്ന അതേ ഡേറ്റ് 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ
സംഘടനയിൽ അംഗമായത്. ഓർത്തു വെച്ചിരിക്കണേ. ഇനി സംഘടനകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെ ആസ്ഥാനം എവിടെ? യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയനും നാറ്റോയുടെ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസ് ആണ്. അതുപോലെ നല്ലൊരു ചോദ്യമാണ് ഇത്, ചോദിക്കാം. ഏതാണെന്നറിയാമോ? ASEAN, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയെ ASEANന്റെ ആസ്ഥാനം ജക്കാർത്ത. ASEAN എവിടെയാണ്? ജക്കാർത്ത. ADB എന്ന് കേട്ടിട്ടുണ്ടോ? ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADBയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനില. ADBയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനില. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിക്കാൻ പറ്റിയതാണ് ഈ എണ്ണ കമ്പനികളുടെ സംഘടനയാണ് ഒപ്പക്. ഒപ്പക്കിന്റെ തലസ്ഥാനം ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയാണ് ഒപ്പക്കിന്റെ ആസ്ഥാനം. ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടനാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ. പീറ്റർ ബർസൻ സ്ഥാപിച്ച ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടനാണ്. ഇനി ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. യൂറോപ്യൻ യൂണിയൻ നിങ്ങൾ ബ്രസൽസ് പറഞ്ഞല്ലോ. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം എത്യോപ്യയുടെ തലസ്ഥാനമായ ആഡിസ് അബാവയാണ്. ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പരിസ്ഥിതി സംഘടനകളായ IUCN, WWFന്റെ ആസ്ഥാനം എവിടെയാണ്? IUCNും WWFും അത് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് എന്ന് വിളിക്കും. 1948 IUCN വന്നത്. 1961 WWF വന്നത്. ഇത് രണ്ടിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. ലോകത്തിന്റെ പരിസ്ഥിതി സംഘടനയാണ് കേട്ടോ. WWFന്റെ ചിഹ്നം ഭീമൻ പാണ്ഡയാണ്. ഭീമൻ പാണ്ഡ എന്തിന്റെ ചിഹ്നം എന്ന് ചോദിച്ചിട്ടുണ്ട്. WWFന്റെ ചിഹ്നമാണ് കേട്ടോ. അതുപോലെ ഒരു പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് സംഘടന. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം സ്റ്റോക്ക്ഹോം ആണ്. അതുപോലെ മറ്റൊരു പരിസ്ഥിതി സംഘടന ഗ്രീൻ ബെൽറ്റ് സംഘടനയുടെ ആസ്ഥാനം കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയാണ്. വങ്കാരി മാതായി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ വനിതയാണ് ഇത് കൊണ്ടുവരുന്നത്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് കൊണ്ടുവരുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനം ലണ്ടനിലെ മാൾബറോ ഹൗസ് ആണ് കേട്ടോ. കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടനിലെ മാൾബറോ ഹൗസ്. ഇത്രയാണ് ആസ്ഥാനങ്ങളൊന്ന് പഠിച്ചേക്കാം. ഓക്കെ. ലോക മഹായുദ്ധങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എന്നാണ് മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം നടന്നത്? 1688. രാജാവ് ജെയിംസ് രണ്ടാമനാണ്. രണ്ടാമത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. 1773 ബോസ്റ്റൺ ടീ പാർട്ടി. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം 1774. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം 1775. അവിടെ വെച്ചാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ജോർജ് വാഷിംഗ്ടൺ. അവരുടെ ഒരു തലവനെ തെരഞ്ഞെടുക്കുന്നത് ജോർജ് വാഷിംഗ്ടനെ തെരഞ്ഞെടുക്കുന്നത് രണ്ടാം കോണ്ടിനെന്റിൽ 75. അവിടെ വെച്ചാണ് ഈ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ കൊടുക്കുന്നത്. അപ്പൊ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്തുമായി ബന്ധപ്പെടുന്നത്? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം. 76 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. ആരാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം എഴുതിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാര ജെയിംസ് മാഡിസൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാ? പാരീസ് ഉടമ്പടി. അമേരിക്ക ലോകത്തിന് നൽകിയ 2 സംഭാവനകൾ ഏതൊക്കെയാ? റിപ്പബ്ലിക്കും ഫെഡറൽ രാഷ്ട്രവും. അപ്പൊ റിപ്പബ്ലിക്കൻ ഭരണരീതിയും ഫെഡറൽ രാഷ്ട്രവും അമേരിക്ക ലോകത്തിന് നൽകി. എന്നാൽ ഫ്രഞ്ച് വിപ്ലവം 1789 ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് ഹെഡിങ്ങുകൾ പറഞ്ഞ്: വേഴ്സായി കൊട്ടാരം, ബൂർബൺ രാജവംശം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റീൽ ജയിലിന്റെ പതനം, 3 എസ്റ്റേറ്റുകൾ അല്ലെ? വേഴ്സായി കൊട്ടാരം, ബൂർബൺ രാജവംശം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റീൽ ജയിലിന്റെ പതനം ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നതാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ രാജാവ് ലൂയി 16 ഫ്രാൻസിലെ രാജാവാരുടെ ലൂയി 16 ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ രാജാവ്. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആകൃഷ്ടനായ ഇന്ത്യൻ ചക്രവർത്തി അല്ലയുടെ നമ്മുടെ ആരായിരുന്നു? ടിപ്പു സുൽത്താൻ
ഏത് ക്ലബിലൊക്കെ അംഗമായത്? ഫ്രഞ്ച് ക്ലബായ ജാക്കോബിൻ ക്ലബിൽ അംഗമായ രാജാവായിരുന്നു വെച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താൻ. സ്വാതന്ത്ര്യത്തിന്റെ മരമൊക്കെ അദ്ദേഹം നട്ടത് ഇതിനെ തുടർന്ന് ശ്രീരംഗപട്ടണത്താണ്. അദ്ദേഹത്തിന്റെ ആസ്ഥാനമായ ശ്രീരംഗപട്ടണത്താണ് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത്. അത് ഇത്രയും ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം ഏതെന്ന് ചോദിച്ചാല് ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 3 എസ്റ്റേറ്റുകളുണ്ട്. അതുപോലെ തത്വചിന്തകൻ റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. റൂസോയുടെ പ്രധാന കൃതി സോഷ്യൽ കോൺട്രാക്ട്, എമിലി, കൺഫെഷൻസ് അദ്ദേഹത്തിന്റെ. വോൾട്ടയറിന്റെ പ്രധാന കൃതി കാൻഡിഡ. വോൾട്ടയറിന്റെ പ്രധാന കൃതി ഏതാണ്? കാൻഡിഡ. അതുപോലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് നമ്മുടെ മോണ്ടസ്ക്യൂവിന്റെ പ്രധാന കൃതി നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോ. നിയമങ്ങളുടെ അന്തസത്ത ആരുടെയാണ്? വോൾട്ടയറിന്റെ കൃതിയാണ്, അല്ല മോണ്ടസ്ക്യൂവിന്റെ കൃതിയാണ്. ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ പരീക്ഷയ്ക്ക് ഈ ഫ്രഞ്ച് നെപ്പോളിയൻ അധികാരത്തിലേറുന്നത് 1799 1904 ചക്രവർത്തിയായി സ്വയം അവരോധിക്കുകയും അദ്ദേഹം പരാജയപ്പെട്ട യുദ്ധം 1815 ഏത് യുദ്ധം? വാട്ടർലൂ യുദ്ധം. ആരാ എതിരാളി? വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയന്റെ എതിരാളി ആർതർ വെല്ലസ്ലി അഥവാ ഡൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. നെപ്പോളിയനെ ഏത് ദ്വീപിലേക്ക് നാടുകടത്തി? സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തുന്നതൊക്കെ 1815 വാട്ടർലൂ യുദ്ധത്തിലൂടെയാണ്. അത് ഇത്രയും നോക്കുക. ഫ്രഞ്ച് വിപ്ലവം 1789 ചൈനീസ് വിപ്ലവം 1911 11 ചൈനീസ് വിപ്ലവം നടത്തി. 17 റഷ്യൻ വിപ്ലവം നടന്നത്, അല്ലെ? 11 ചൈനീസ് വിപ്ലവം നടന്നു. ലോങ് മാർച്ച് നടത്തിയത് ആരാ? ചൈനയിലെ മാവോ സേതൂങ് ആണ്. 1934 മാവോ സേതൂങ് ആണ് ലോങ് മാർച്ച് നടത്തിയത്. ചൈനയിൽ കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലാ? 1839 ബ്രിട്ടീഷുകാരും ചൈനക്കാരും തമ്മിലാണ് കറുപ്പ് യുദ്ധം. 1839-42 ബോക്സർ കലാപോ 1900 ബോക്സർ കലാപം. അത് ചൈനയിൽ മാഞ്ചു രാജവംശത്തിനെതിരെ നടന്നതാണ് ബോക്സർ കലാപം. ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് മാവോ സേതൂങ്ങിന്റെ നേതൃത്വത്തിലല്ലേ? 1949 ഒക്ടോബർ 1 1949 ഒക്ടോബർ 1 ചൈന ജനകീയ ചൈന റിപ്പബ്ലിക് ആയത്. അപ്പൊ 17 റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ലെനിൻ അല്ലേ? ആണ്. അവിടെ നമുക്ക് 2 വിപ്ലവങ്ങളുണ്ട്, ഒക്ടോബർ വിപ്ലവം എന്നും ഫെബ്രുവരി വിപ്ലവം. ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഉണ്ട്. രക്തരൂഷിത ഞായറാഴ്ചയൊക്കെ റഷ്യൻ വിപ്ലവമാണ്. രക്തരൂഷിത ഞായറാഴ്ച ഏതാണ്? റഷ്യ. 1-ാം ലോക മഹായുദ്ധ കാലഘട്ടം പറഞ്ഞ് 14-18, 2-ാം ലോക മഹായുദ്ധം 39-45, 14-18, 2-ാം ലോകം 39-40. ഒരു ഏകദേശം ഐഡിയ കിട്ടി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഞാൻ പറയാം. അടുത്ത ഒരു ഭരണഘടനയുടെ ചോദ്യം പറയട്ടെ, ശ്രദ്ധിച്ച് നോക്കിയാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഭരണഘടനാ ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. നമുക്ക് ഏറ്റവും പ്രധാനമായും 4 ലിസ്റ്റുകളാണുള്ളത്. ഏതൊക്കെയാ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. ഇത്രയാണല്ലോ. അതിൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. അതുപോലെ 4-ാമത്തെ അവശിഷ്ടാധികാരം, അതും കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം 3 കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നും. കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് എവിടെ നിന്നാണ്? നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്ന്. ഈ കേന്ദ്രത്തിനും സംസ്ഥാനം നിയമനിർമ്മാണം നടത്താനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് 245 ആർട്ടിക്കിൾ. 245 എന്ന ആർട്ടിക്കിൾ. 246 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് എത്ര? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ്? 248 ആണ്. അപ്പൊ അവിടെ നല്ലൊരു ചോദ്യം വരുന്നത് എത്രാമത്തെ ഷെഡ്യൂളാണ്, എത്രാമത്തെ പട്ടികയാണ് ലിസ്റ്റുകൾ? 7-ാം പട്ടികയിലാണ്. അപ്പൊ 7 ലിസ്റ്റുകൾ, 8 ഭാഷ. പഠിച്ചിട്ടില്ലേ പട്ടിക എന്ന് പറഞ്ഞാൽ? 7-ാം പട്ടിക ലിസ്റ്റുകൾ, 8-ാം പട്ടിക ഭാഷ, 9-ാം പട്ടിക ഭൂപരിഷ്കരണം, 10-ാം പട്ടിക കൂറുമാറ്റ നിരോധന നിയമം, 11-ാം പട്ടിക പഞ്ചായത്ത് രാജ്, 12-ാം പട്ടിക നഗരപാലിക. അത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റുകൾ എത്രയാണ്? 7. നിങ്ങൾക്ക് വരൂ എന്ന് പറയുന്ന ഒരു ഉറപ്പ് ക്വസ്റ്റ്യൻ പറയട്ടെ. അതായത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച 2 കമ്മീഷന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച 2 കമ്മീഷന്റെ പേര്. ഒന്ന് സർക്കാരിയ കമ്മീഷനും 2 പുഞ്ചി കമ്മീഷനും ചോദിക്കൂടെ. ഒന്ന് സർക്കാരിയ കമ്മീഷനും 2 പുഞ്ചി കമ്മീഷനും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ചതാണ്. അപ്പം ആ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്ര? 246
56 യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അവശിഷ്ടാധികാരം എവിടെ നിന്നാ കടമെടുത്തത്? കാനഡയിൽ നിന്ന്. എത്ര എണ്ണം ഉണ്ടടേ? യൂണിയൻ ലിസ്റ്റ് നമുക്ക് നിലവിൽ 100 എണ്ണം ഉണ്ടടേ. 100 എണ്ണം. അപ്പൊ നേരത്തെ 97 ആയിരുന്നു, ഇപ്പൊ 100 എണ്ണം ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് 61 എണ്ണം ഉണ്ട്. കൺകറന്റ് ലിസ്റ്റ് 52 എണ്ണമാണ്. യൂണിയൻ ലിസ്റ്റ് 100, സ്റ്റേറ്റ് ലിസ്റ്റ് 61, കൺകറന്റ് ലിസ്റ്റ് 52 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഏതാണെന്നറിയാമോ? കൺകറന്റ് ലിസ്റ്റ് തന്നിട്ട് താഴെ പറയുന്നതിൽ ഏതെല്ലാം? കുറച്ച് കൺകറന്റ് ലിസ്റ്റുകൾ പറഞ്ഞേ. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മായം ചേർക്കൽ, വില നിയന്ത്രണം. വെരി വെരി ഇമ്പോർട്ടന്റ്. മായം ചേർക്കൽ, വില നിയന്ത്രണം, ട്രേഡ് യൂണിയനുകൾ, ജനന മരണ രജിസ്ട്രേഷൻ, വിവാഹമോചനം, അതുപോലെ വിദ്യാഭ്യാസം. പരീക്ഷയ്ക്ക് ചോദിക്കാം. വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ, ഫാക്ടറികൾ, അതുപോലെ മരുന്നുകൾ, ധർമ്മസ്ഥാപനങ്ങൾ, കുടുംബാസൂത്രണം. മരുന്നുകൾ, ധർമ്മസ്ഥാപനം, കുടുംബാസൂത്രണം, തടവുകാരെ കൈമാറ്റം ചെയ്യൽ. കണ്ടോ, ഒരു പറയും തടവുകാരെ കൈമാറ്റം ചെയ്യൽ, വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവി സംരക്ഷണം, ബോയിലറുകൾ, കോടതി അലക്ഷ്യം, പകർച്ചവ്യാധികൾ. ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏതാ? മായം ചേർക്കൽ, വില നിയന്ത്രണം, ജനന മരണ രജിസ്ട്രേഷൻ, വിവാഹമോചനം, കുടുംബാസൂത്രണം, ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടന, ഫാക്ടറികൾ, വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം. ഇതെല്ലാം ചോദിക്കും. ഓർത്ത് വെച്ചിരിക്കണേ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ എപ്പോഴും ചോദിക്കുന്ന ഏതാണെന്ന് അറിയാമോ? സ്റ്റേറ്റ് ലിസ്റ്റ് പൊതുജനാരോഗ്യം, തദ്ദേശ സ്വയംഭരണം, ക്രമസമാധാനം. പൊതുജനാരോഗ്യം, തദ്ദേശ സ്വയംഭരണം, ക്രമസമാധാനം, പോലീസ് ഏത് ലിസ്റ്റിലാണ്? പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ. പോലീസ്, കൃഷി, മൃഗസംരക്ഷണം, ഭൂനികുതി, കെട്ടിട നികുതി, ഇതൊക്കെ ഭൂനികുതി, കെട്ടിട നികുതി ഒക്കെ ഏതിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സെൻസസ് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ. പിന്നെ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട എല്ലാം പറഞ്ഞേ: റെയിൽവേ, തപാല്, വാർത്താവിനിമയം, വിദേശകാര്യം, നയതന്ത്രം, അന്താരാഷ്ട്ര നിയമങ്ങൾ, പ്രതിരോധം, ഇങ്ങനെ പറയത്തില്ലേ, യുദ്ധം, സായുധ സേന, ഐക്യരാഷ്ട്ര സംഘടന, കസ്റ്റംസ്, കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ്. കേട്ടോ, ഇൻകം ടാക്സ് ഇതിലാണ് വരുന്നത്. കെട്ടിട നികുതിയും ഭൂനികുതിയും സ്റ്റേറ്റ് ലിസ്റ്റിൽ പോയി. ഇൻകം ടാക്സ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഇത്രയാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുക. അപ്പൊ വിദേശകാര്യവും സെൻസസും യൂണിയൻ ലിസ്റ്റിലല്ലേ? ശരിയാണ്. വിദ്യാഭ്യാസവും വനവും സ്റ്റേറ്റ് ലിസ്റ്റിലാണോ? അല്ല. വിദ്യാഭ്യാസവും വനവും ഏതിലാണ്? കൺകറന്റ് ലിസ്റ്റിൽ. വില നിയന്ത്രണവും മായം ചേർക്കലും കൺകറന്റ് ലിസ്റ്റാണോ? ആണ്. ക്രമസമാധാനവും പൊതുജനാരോഗ്യം യൂണിയൻ ലിസ്റ്റാണോ? അല്ല. അതേതാ? സ്റ്റേറ്റ് ലിസ്റ്റ്. ട്രേഡ് യൂണിയനുകൾ, അളവ് തൂക്കം കൺകറന്റ് ലിസ്റ്റിലാണോ? ആണ്. അപ്പം ഇങ്ങനെയുള്ളത് വന്നിട്ട് താരതമ്യം എയും ബിയും ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ഹാളിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്തോണേ അത്. ഓക്കെ. അപ്പം ലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞത് 5 വിഷയങ്ങളല്ലേ ഇവിടെ? ലിസ്റ്റുകളിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് 5 വിഷയങ്ങൾ. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയം എടുത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊടുത്തായിരുന്നു 1942 ഭേദഗതി പ്രകാരം. ഏതൊക്കെയായിരുന്നേ? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവി സംരക്ഷണം, നീതിന്യായ വിഭാഗം. ഇതിനെയാണ് 42ാം ഭേദഗതിയിലൂടെ എന്ത് കൊടുത്തത്? കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊടുത്തത്. ഓക്കെ. ഇനി നല്ലൊരു ക്വസ്റ്റ്യൻ. സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണെന്ന് ചോദിച്ചിട്ടുണ്ടേ. സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണെന്ന് ചോദിച്ചാൽ അവശിഷ്ട അധികാരം ഒന്ന് എടുത്തു പഠിക്കണം കേട്ടോ. സൈബർ നിയമങ്ങൾ ആർട്ടിക്കിൾ 248. സൈബർ നിയമത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? സൈബർ നിയമത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 248. ഏതിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അവശിഷ്ട അധികാരത്തിലാണ്. അവശിഷ്ട അധികാരം വെരി വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കുറച്ച് ഭേദഗതികളൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് 42ാം ഭേദഗതി, 44ാം ഭേദഗതി ചോദിച്ചിട്ടുണ്ട്, 52ാം ഭേദഗതി, 61ാം ഭേദഗതി. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 61 കഴിഞ്ഞ 73, 74, 86, പിന്നെ 91 ചോദിച്ചിട്ടുണ്ട്, 101, 103, 104, 105, 106 ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. 42 ഏതായിരുന്നു? 42 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 1976 42ാം ഭേദഗതിയാണ് അല്ലേ? ഏറ്റവും വലിയ ഭേദഗതി 42ാം ഭേദഗതിയാണ് കേട്ടോ. ഏറ്റവും വലിയ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? 42ാം ഭേദഗതിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് വരുന്നത്. 42ാം ഭേദഗതി വരുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ്. അതുപോലെ പരീക്ഷയ്ക്ക് മൗലിക കർത്തവ്യങ്ങൾ കൊണ്ടുവന്നത് 42ാം ഭേദഗതിയിലാണ്. മൗലിക കർത്തവ്യങ്ങൾ കൊണ്ടുവന്നത് 42ാം ഭേദഗതിയിൽ. ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് റഷ്യയിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ
കർത്തവ്യങ്ങൾ, പഞ്ചവത്സര പദ്ധതി, അതുപോലെ ആസൂത്രണം, മൗലിക കർത്തവ്യങ്ങൾ, പഞ്ചവത്സര പദ്ധതി, ആസൂത്രണം ഇവ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. അപ്പൊ മൗലിക കർത്തവ്യങ്ങളും 42ാം ഭേദഗതിയും കൊണ്ടുവന്ന ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ്. ഓക്കെ, ശുപാർശ പ്രകാരമാണ്. എന്തൊക്കെയാണ് 42ാം ഭേദഗതിയിൽ കൊണ്ടുവന്നത്? ആമുഖത്തിൽ മാറ്റം വരുത്തി. ആമുഖത്തിൽ മാറ്റം വരുത്തിയ 3 വാക്കുകൾ ഏതൊക്കെയാ? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത. സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത, അല്ലെങ്കിൽ സ്ഥിതി സമത്വം, മതേതരത്വം, അവിഭാജ്യത എന്ന മലയാളത്തിൽ പറയാം കേട്ടോ. അപ്പം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകൾ പറഞ്ഞിടെ സ്ഥിതി സമത്വം, മതേതരത്വം, അവിഭാജ്യത അഥവാ അഖണ്ഡത എന്ന് പറയാം 42ാം ഭേദഗതി. ഈ 42ാം ഭേദഗതിയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, മൗലിക കർത്തവ്യം കൊണ്ടുവന്നു, ആമുഖത്തിൽ മാറ്റം വരുത്തി. പിന്നെ പരിസ്ഥിതി സംരക്ഷണം കേട്ടിട്ടുണ്ടോ? 48A എന്ന് പറയുന്ന പരിസ്ഥിതി സംരക്ഷണം, ഇത് കൊണ്ടുവന്നതും 42ാം ഭേദഗതിയിലാണ്. 48 നിർദ്ദേശക തത്വത്തിലുണ്ട്, പിന്നെ 48A കൂട്ടിച്ചേർത്തില്ലേ? പരിസ്ഥിതി സംരക്ഷണം കൊണ്ടുവന്നത് 42ാം ഭേദഗതിയിലാണ്. അതുപോലെ ചോദിക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 323A-യും 323B-യും വന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കൊണ്ടുവന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ എടുത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42ആണ്. ഈ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 6 വർഷമാക്കി ഉയർത്തിയതും 42ാം ഭേദഗതിയാണ്. ഈ 42ാം ഭേദഗതി വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും. അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ. അപ്പം 42ാം ഭേദഗതിയിലാണ് മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങളുടെ ആർട്ടിക്കിൾ എത്ര? 51A അല്ലെ? 1976-ലെ 42ാം ഭേദഗതി 51A-യിലാണ് വരുന്നത്. പിന്നെ അവിടെ എടുത്തു ചോദിക്കുന്നത് ഈ മൗലിക കർത്തവ്യങ്ങൾ സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരം മൊത്തം എത്ര എണ്ണം ഉണ്ട് മൗലിക കർത്തവ്യങ്ങൾ? മൗലിക കർത്തവ്യങ്ങൾ ആദ്യം 10 ആയിരുന്നു, ഇപ്പം 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. 2002-ലെ 86ാം ഭേദഗതി പ്രകാരമാണ് 11ാമത്തെ വിദ്യാഭ്യാസം രക്ഷിതാവിന്റെ മൗലിക കടമയാണെന്ന് കൊണ്ടുവരുന്നത്. 2002-ലെ 86ാം ഭേദഗതിയിലൂടെയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് 44ആണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റിയത് ഏതാണ്? 44. മൊറാർജി ദേശായി അല്ലേ പ്രധാനമന്ത്രി, നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റ് ആണ്. ഇപ്പം 300A-യിലല്ലേ സ്വത്തവകാശം കിടക്കുന്നത്. അടുത്ത 52 പറഞ്ഞടെ. 52 ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കൂറുമാറ്റ നിരോധന നിയമം. 1985-ലെ 52 ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമം. രാജീവ് ഗാന്ധി അല്ലേ കൊണ്ടുവരുന്നത് ആണ്. 61 എന്താണ്? വോട്ടിംഗ് പ്രായം കുറച്ചത്. 1989 നിലവിൽ വന്ന വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചത് എത്രയാണ്? 61ാം ഭേദഗതി. 73 ഏതാണ്? 1992-ലെ 73ാം ഭേദഗതിയിലാണ് പഞ്ചായത്ത് രാജ്. 74 നഗരപാലിക. 74 ഏതാണ്? നഗരപാലിക. പിന്നെ 86 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? എന്താ 86? പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് 2002-ലെ 86ാം ഭേദഗതി. 91 എന്താണ്? ആകെ ആകെ അംഗങ്ങളുടെ നിയമസഭ അല്ലെങ്കിൽ ലോകസഭ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% മന്ത്രിമാർ ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഏതാണ്? അത് 91ാം ഭേദഗതിയാണ്. ഇത്രയും ഓർത്ത് വെക്കണേ. GST എത്ര? GST 101 തെറ്റരുത്. GST എന്നാണ് 101. 2017 ജൂലൈ 1-നാണ് GST വരുന്നത്. GST വെരി ഇമ്പോർട്ടന്റ്. GST വരുന്നത് 101ാം ഭേദഗതിയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി 102 ചോദിച്ചിട്ടുണ്ട്. പിന്നോക്ക വിഭാഗ കമ്മീഷനെ രൂപീകരിച്ചത് 102ആണ്. പിന്നോക്ക വിഭാഗ കമ്മീഷനെ രൂപീകരിച്ചത് എത്രയാണ്? 102. ആർട്ടിക്കിൾ അറിയാമോ? പഠിക്കാൻ എളുപ്പമാ. അതായത് നിങ്ങൾ ഈ 338, 338A, 338B ഇത് ഇത്രയും അങ്ങ് പഠിച്ചു വെച്ചേ. അതായത് 338 എന്ന് പറഞ്ഞാൽ പട്ടികജാതി കമ്മീഷൻ, 338A പട്ടികവർഗം, 338B ആണ് പിന്നോക്ക വിഭാഗം. അപ്പൊ 338 ഏതാണ്? പട്ടികജാതി കമ്മീഷൻ, 338A പട്ടികവർഗ കമ്മീഷൻ, 338B പിന്നോക്ക വിഭാഗ കമ്മീഷൻ. അത് വരുന്നത് 102-ലാണ്. 103 ചോദിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടന്റ്. അതായത് ഈ മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിനും 10% സംവരണം ഏർപ്പെടുത്തിയില്ലേ? 10% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 103ാം ഭേദഗതി. അത് ഓർത്തു വെക്കണേ. 104 പരീക്ഷയ്ക്ക് ചോദിച്ചു മടുത്തു. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ സംവരണം റദ്ദ് ചെയ്തത് 104ആണ്. അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംവരണം 2030 വരെ ദീർഘിപ്പിച്ചതും 104ആണ്. ദീർഘിപ്പിച്ചതും എത്രയാണ്? 104. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ സംവരണം റദ്ദ് ചെയ്തതും 104ആണ്. 105 വലിയ പ്രാധാന്യമില്ല. OBC വിഭാഗങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള
സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിച്ചത്. അതാണ് 106 ചോദിക്കും. വനിതാ സംവരണ ബില്ല്. വനിതാ സംവരണ ബില്ല് 2023 സെപ്റ്റംബർ 28 കൂടി വന്ന വനിതാ സംവരണ ബില്ലാണ് 106. 128 ഭേദഗതി ബില്ല് ചോദിച്ച ഭേദഗതി എത്രാന്ന് ചോദിച്ചാൽ 106. 33% മറന്നുപോരുതേ വനിതകൾക്ക്. അതായത് ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഡൽഹിയിലും 33% സീറ്റുകൾ സംവരണം ചെയ്തതാണ് വനിതാ സംവരണ ബില്ല്. അത് എത്രയാണ് വനിതാ സംവരണം? 106. അത് സെറ്റാണ്. അപ്പൊ ഇത്രയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭേദഗതികൾ ചോദിച്ചാൽ. ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര പേര് ചേരുന്നതാണ്? പാർലമെന്റ് 3 പേര് ചേരുന്നതാണ്. രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി. രാജ്യസഭയും ലോകസഭയും രാഷ്ട്രപതിയും ചേരുന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഈ പാർലമെന്റിലെ ഏറ്റവും പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം ഏതാ? പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം കമ്പനീസ് ആക്ട് ആണ്. 1958 കമ്പനീസ് ആക്ട് ആണ് പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം. ഈ പാർലമെന്റിൽ 3 സംയുക്ത സമ്മേളനം നടന്നിട്ടില്ലേ? 3 വട്ടമേ സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളൂ. ഏതൊക്കെയാ? 1961 സ്ത്രീധന നിരോധന നിയമം, 1978 ബാങ്കിംഗ് സേവന ബില്ല്, 2002 പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ട് പോട്ട, അല്ലെ? 61, 78, 2002. സംയുക്ത സമ്മേളനം ആരാ വിളിച്ചു കൂട്ടുന്നത്? രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കേണ്ടത് ലോകസഭാ സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. കേവല ഭൂരിപക്ഷം മതി ഒരു ബില്ല് പാസ്സാക്കാൻ, കേവല ഭൂരിപക്ഷം. അങ്ങനെ ആദ്യമായി സംയുക്ത സമ്മേളനത്തിന് ഇരുന്ന ലോകസഭാ സ്പീക്കറിന്റെ പേര് അനന്തശയനം അയ്യങ്കാറാണ്. ആരാടെ? അനന്തശയനം അയ്യങ്കാറാണ് ആദ്യമായി സംയുക്ത സമ്മേളനത്തിൽ നിന്നത്. സംയുക്ത സമ്മേളനത്തിന്റെ ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഓസ്ട്രേലിയയിൽ നിന്നല്ലേ സംയുക്ത സമ്മേളനം കടമെടുത്തത്? ആണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് സംയുക്ത സമ്മേളനം കടമെടുത്തത്. അപ്പം 108 സംയുക്ത സമ്മേളനം. അവിടെ അടുപ്പിച്ച് കിടപ്പുണ്ടല്ലോ ഇവിടെ. 108 സംയുക്ത സമ്മേളനം. 110 എന്താണ്? 110 മണി ബില്ല്. തെറ്റരുത്. 110 ഏതാണ്? മണി ബില്ല്. 111 എന്താണെന്നറിയാമോ? വീറ്റോ പവർ. അതായത് രാഷ്ട്രപതിയുടെ വീറ്റോ പവർ. 111. 112 ബജറ്റ്. 112 എന്താണ്? ബജറ്റ്. 123 ഓർഡിനൻസ്. 124 സുപ്രീം കോടതി. 124 ഏതാണ്? സുപ്രീം കോടതി. 143 ഈ സുപ്രീം കോടതിയോട് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം സ്വീകരിക്കാം എന്ന് പറയുന്നത് 143. അപ്പം 108 സംയുക്ത സമ്മേളനം, 110 മണി ബില്ല്, 111 വീറ്റോ പവർ, 112 ബജറ്റ്, 123 ഓർഡിനൻസ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണെന്ന് കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഏറ്റവും കൂടുതൽ. മണി ബില്ലിനെ കുറിച്ചൊന്ന് പറയാം. എവിടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്? മണി ബില്ല് ലോകസഭയിൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കാൻ പറ്റൂ, അല്ലെ? ലോകസഭ പാസ്സാക്കിയതിനു ശേഷം രാജ്യസഭയിലേക്ക് നിർദ്ദേശങ്ങൾ വെക്കാം, അല്ലെ? ധനബില്ല് കിട്ടിയതിനു ശേഷം 14 ദിവസത്തിനകത്ത് ഒന്നുകിൽ നിർദ്ദേശം വെക്കാം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നതാണ്. മണി ബില്ല് ഒരാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഒരു ബില്ല് മണി ബില്ല് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ലോകസഭാ സ്പീക്കറാണ്. രാഷ്ട്രപതിയുടെ അനുമതിയോടെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ ഇത് അവതരിപ്പിക്കാൻ പറ്റൂ. രാഷ്ട്രപതിയുടെ അനുമതിയോടെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ ഇത് അവതരിപ്പിക്കാനുള്ളൂ. ഇനി സംസ്ഥാനങ്ങളിൽ മണി ബില്ല് 199 ആർട്ടിക്കിൾ. സംസ്ഥാനങ്ങളിൽ മണി ബില്ല്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഓരോന്നൊന്ന് റിവിഷൻ നടത്തി തരാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭരണഘടനയെ കുറിച്ച് നോക്കാം. അടുത്ത ചോദ്യം നോക്കേ, പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുകയാണ്. താഴെ പറയുന്ന മലയാള സിനിമയുമായി ബന്ധപ്പെട്ട പ്രസ്താവന പരിശോധിച്ച് ശരിയല്ലാത്തത് ഏതെന്ന്. മലയാളത്തിലെ ആദ്യ സിനിമ 1938 പുറത്തിറങ്ങിയ ബാലനാണെന്ന്. തെറ്റ്, അല്ലേ? മലയാളത്തിലെ ആദ്യത്തെ സിനിമയല്ലല്ലോ, ആദ്യ ശബ്ദ സിനിമയല്ലേ ബാലൻ. അപ്പം 28 പുറത്തിറങ്ങിയ വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ, അല്ലെ? അപ്പം ആദ്യ സിനിമ ഏതാണ്? വിഗതകുമാരൻ. ആദ്യ ശബ്ദ സിനിമ ഏതാണ്? ബാലൻ. വർഷവും കൂടെ പഠിച്ചേരണേ. 28 വിഗതകുമാരനും 38 ബാലൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ചു, ഈ ആദ്യത്തെ ശബ്ദ സിനിമയാണല്ലോ ബാലൻ, ഇതിന്റെ തിരക്കഥയും ഗാനങ്ങളും ഒക്കെ എഴുതിയത് മുതുകുളം രാഘവൻ പിള്ളയാണ്. ആരാണെന്ന് ചോദിച്ചു. ഇതിന്റെ തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും ഒക്കെ എഴുതിയത് ആരാണ്? മുതുകുളം രാഘവൻ പിള്ളയാണ്. ബാലന്റെ സംവിധായകൻ എസ് നൊട്ടോണിയാണ്. ബാലന്റെ സംവിധായകൻ ആരാണ്? എസ് നൊട്ടോണി. ആദ്യ മലയാള സിനിമ ഏതാ? വിഗതകുമാരൻ. അതിന്റെ സംവിധായകൻ JC ഡാനിയൽ. അതായത് മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലാണ് ആദ്യ മലയാള സിനിമയുടെ പിതാവ്. വിഗതകുമാരന്റെ സംവിധായകൻ. ഇനി ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത്, ഈ JC ഡാനിയൽ അവാർഡ് ആദ്യമായി ഏർപ്പെടുത്തിയത് ആർക്ക്? ആദ്യമായി കൊടുത്തു തുടങ്ങിയത് T വാസുദേവൻ എന്ന് പറയുന്ന ആൾക്കാർ. JC ഡാനിയൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? TE വാസുദേവൻ. ശാരദയ്ക്കൊക്കെ ഇപ്പം കിട്ടിയതായിരുന്നല്ലോ. അപ്പൊ TE വാസുദേവനാണ് JC ഡാനിയൽ അവാർഡ് ആദ്യമായി ലഭിച്ചത്. അപ്പൊ മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ. 28. ഇനി മലയാള
മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ ഏതാണെന്നറിയാമോടെ? ആദ്യ ചരിത്ര സിനിമ എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയാണ്. മലയാളത്തിലെ ആദ്യ സിനിമയെന്നോ ആദ്യ ചരിത്ര സിനിമ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. അത് ശരിയാണ്. ഇതാണ് നിരോധിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമയും. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടം വെച്ച കൂട്ട്. ശരിയാണ്, കളർ സിനിമ കണ്ടം വെച്ച കൂട്ട്. ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ മോഹൻലാൽ. ശരിയാണ്. നമ്മൾ വിചാരിക്കും ഫാൽക്കെ അവാർഡ് നേടി, ഇവിടെ കണ്ടോ മലയാള നടൻ എന്ന് ചോദിച്ചു. രണ്ടുപേർക്കല്ലേ ഇവിടെ ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. 2004 അടൂരിന് കിട്ടി അല്ലെ ഫാൽക്കെ അവാർഡ്. 2004 അടൂരിനും 2023 ആർക്ക് കിട്ടിയത്? മോഹൻലാലിന് കിട്ടി. ഫാൽക്കെ അവാർഡ് 2004 അടൂരിനും 2023 ആർക്ക് കിട്ടിയത്? മോഹൻലാലിന് കിട്ടി. എന്നാണ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത്? 1969. 1969 ദേവിക റാണി റൂറിച്ചിനാണ് അവാർഡ്. അപ്പം ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഫാൽക്കെ അവാർഡ്. ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തിയത് 1969 ദേവിക റാണി റൂറിച്ചിനാണ് കിട്ടിയത്. രണ്ടുപേർക്ക് മലയാളികൾക്ക് കിട്ടി. 2004 അടൂരിനും 2023 മോഹൻലാലിനും. മലയാള സിനിമയ്ക്ക് JC ഡാനിയൽ അവാർഡ് ആദ്യം ലഭിച്ചത് ടി വാസുദേവൻ, പുതിയത് ശാരദയ്ക്ക് കിട്ടിയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? കളർ സിനിമ ഏതെന്ന് ചോദിച്ചാൽ കണ്ടം വെച്ച കോട്ട്. ഇനി സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ചെമ്മീനാണ്. ആരായിരുന്നത്? ചെമ്മീനാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. 1965 കൂടിയാണ്. 1965 ചെമ്മീന് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് കേട്ടോ. സ്വർണ്ണ മെഡൽ നേടിയ മലയാള സിനിമ ഏതാണ്? ചെമ്മീൻ. 1965 രാമു കരിയാട്ടാണ് ചെമ്മീന്റെ സംവിധായകൻ. അല്ലാതെ ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നീലക്കുയിൽ പറഞ്ഞാൽ മതി. അത് വെള്ളി മെഡലാണ് ലഭിച്ചത്. 1954 വെള്ളി മെഡൽ. വെള്ളിയാണ് ഈ ആർക്ക് കിട്ടുന്നത്? നീലക്കുയിലിന് കിട്ടുന്നത്. സ്വർണ്ണ മെഡൽ എന്ന് ചോദിച്ചാൽ ചെമ്മീനാണ് 1965 സ്വർണ്ണ മെഡൽ ചോദിച്ചത്. രാമു കാര്യാട്ടാണ്. നീലക്കുയിലിന്റെ സംവിധായകൻ രാമു കാര്യാട്ടും വി ഭാസ്കരനുമാണ്. ചെമ്മീന്റെ സംവിധായകൻ 1965 രാമു കാര്യാട്ട്. അത് നല്ലൊരു ചോദ്യമാണ്, ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ഏതെന്ന് ചോദിച്ചാൽ ജീവിത നൗകയാ പറയണ്ടേ. ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ. ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമ മലയാളത്തിൽ ന്യൂസ് പേപ്പർ ബോയ്. മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമ ഏതാണ്? ന്യൂസ് പേപ്പർ ബോയ്. ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു. മലയാളത്തിലെ ആദ്യത്തെ 70M ചിത്രം പടയോട്ടമാണ്. മലയാളത്തിലെ ആദ്യത്തെ 70M ചിത്രം ഏതെന്ന് വെച്ചാൽ പടയോട്ടം. മലയാളത്തിലെ ആദ്യത്തെ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. 3D ചിത്രം ഏതെന്ന് വെച്ചാൽ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് മലയാളത്തിലെ ആദ്യത്തെ 3D ചിത്രം ഏതെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആദ്യമായി ഒരു രാഷ്ട്രീയ സിനിമ ഇറങ്ങിയത് കബനി നദി ചുവന്നപ്പോൾ എന്ന് പറയുന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ. 100 കോടി ക്ലബിൽ കയറിയത് ആദ്യമായിട്ട് പുലിമുരുകനാണ്. 100 കോടി ക്ലബിൽ കയറിയത് പുലിമുരുകൻ. 200 കോടി ക്ലബിൽ കയറിയത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയാണ് 200 കോടി ക്ലബിൽ കയറിയത്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതുപോലെ ഈ നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംവിധായകർ അവരുടെ സിനിമകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ മികച്ച നടന്മാർ അവരുടെ സിനിമയും ചോദിക്കാം. അതായത് ആദ്യമായിട്ട് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ മലയാള നടൻ PJ ആന്റണിയാണ്. നിർമാല്യം എന്ന സിനിമയിലൂടെ PJ ആന്റണി. ഗോപി എന്ന ആൾക്ക് കൊടിയേറ്റം എന്ന സിനിമയിലൂടെ, കൊടിയേറ്റം ഗോപി എന്ന് തന്നെ, ഗോപിക്ക് കൊടിയേറ്റത്തിലൂടെ കിട്ടി. അതുപോലെ ബാലങ്കെ നായർക്ക് ദേശീയ അവാർഡ് കിട്ടി. ഓപ്പോൾ എന്ന സിനിമയിലൂടെ ബാലങ്കെ നായർക്കും. അതുപോലെ പ്രേംജി അഥവാ MB ഭട്ടതിരിപ്പാടിനെ പിറവി എന്ന സിനിമയിലൂടെ കിട്ടി. അപ്പൊ പിറവി എന്ന സിനിമയിലൂടെ പ്രേംജി, ഓപ്പോളിലൂടെ ബാലങ്കെ നായർ, കൊടിയേറ്റത്തിലൂടെ ഗോപി, നിർമാല്യത്തിലൂടെ PJ ആന്റണി. പിന്നെ നമുക്ക് വരുന്നത് മമ്മൂട്ടിക്ക് 2 പടം, മതിലുകളും ഒരു വടക്കൻ വീരകഥ. പിന്നെ മോഹൻലാലിന് ഭരതം എന്ന സിനിമയിലൂടെ മോഹൻലാലിന് കിട്ടി. പിന്നെ വീണ്ടും മമ്മൂട്ടിക്ക് വരുന്നുണ്ട്. മമ്മൂട്ടിക്ക് പൊന്തൽമാട, വിധേയൻ എന്ന 2 സിനിമയിലൂടെ വീണ്ടും മമ്മൂട്ടി വരുന്നു. ഒരേ വർഷം തന്നെ 2 മലയാള നടന്മാർക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ വർഷം 1997 ബാലചന്ദ്ര മേനോന് സമാന്തരങ്ങൾ എന്ന സിനിമയിലും സുരേഷ് ഗോപിക്ക് കളിയാട്ടം എന്ന സിനിമയിലൂടെ ഒരേ വർഷം തന്നെ 2 മലയാള നടന്മാർക്ക് ദേശീയ അവാർഡ് കിട്ടി. 1997 ബാലചന്ദ്ര മേനോന് സമാന്തരങ്ങളിലൂടെയും 1997 സുരേഷ് ഗോപിക്ക് കളിയാട്ടം. ഷേക്സ്പിയറുടെ ഒതല്ലോ എന്ന നോവലാണ് കളിയാട്ടമായത് കേട്ടോ. ഒതല്ലോ എന്ന നോവലാണ് കളിയാട്ടം. പിന്നെ മമ്മൂട്ടിക്ക് വീണ്ടും ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് അവാർഡ് കിട്ടിയായിരുന്നു.
ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് കിട്ടി. പിന്നെ മോഹൻലാലിന് വാനപ്രസ്ഥം എന്ന സിനിമയിലൂടെ കിട്ടി. മുരളിക്ക് കിട്ടിയായിരുന്നു നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെ ദേശീയ അവാർഡ്. മുരളിക്ക് നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെ. നെയ്ത്തുകാരൻ എന്ന് പറയുന്നത് നമ്മളെ EMSന്റെ ജീവിതകഥയായിരുന്നു കേട്ടോ, EMSന്റേത്. പിന്നെ സലീം കുമാറിന് ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലൂടെ സലീം കുമാറിനും, സുരാജ് വെഞ്ഞാറമൂടിന് കിട്ടിയത് നമ്മുടെ പേരറിയാത്തവൻ എന്ന സിനിമയിലൂടെ സുരാജ് വെഞ്ഞാറം. ഇത്രയുമാണ് ദേശീയ അവാർഡ് നേടിയ മികച്ച നടന്മാരായിട്ട്. പിന്നെ നടിമാർ ശാരദയുണ്ട്. ശാരദ, തുലാഭാരം, സ്വയംവരം, ഇതിലൂടെ ശാരദയ്ക്ക് കിട്ടുന്നു. മോനിഷയ്ക്ക് നഖശതങ്ങൾ എന്ന സിനിമയിലൂടെയും, ശോഭനയ്ക്ക് മണിച്ചിത്രത്താഴ്, അതുപോലെ മീര ജാസ്മിന് പാഠമൊന്ന് ഒരു വിലാപം, സുരഭി ലക്ഷ്മിക്ക് മിന്നാമിനങ്ങ്, അതുപോലെ കീർത്തി സുരേഷിന് കിട്ടിയിട്ടുണ്ട്. തെലുങ്കിൽ മഹാനടി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ കീർത്തി സുരേഷിന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് അപർണ മുരളിക്ക് തമിഴ് സിനിമയ്ക്കാണ് കിട്ടിയത്. സുറൈ പൊട്ടറിന് അപർണ മുരളി. ഇതൊക്കെ മലയാള സിനിമയിലാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. പ്രധാനപ്പെട്ട സംവിധായകർ സിനിമകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതോ ഇത് കാഞ്ചന സീത ആരുടെ സിനിമയാ? G. അരവിന്ദന്റെയാണ്. കാഞ്ചന സീത, തമ്പ്, ഉത്തരായനം, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അടൂരിന്റെ സിനിമ 4 പെണ്ണുങ്ങൾ, മതിലുകൾ, അതൊക്കെ ചോദിക്കാൻ സാധ്യത. ഒത്തിരി സിനിമകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഈ സംവിധായകർ സിനിമകൾ ഒന്ന് പഠിക്കുക. അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ ഇവരുടെയൊക്കെയാണ്, അടൂരിന്റെയും നമ്മുടെ G. അരവിന്ദന്റെ. അടൂരിന്റെ നിങ്ങൾക്ക് അറിയാം, സ്വയംവരം, കഥാപുരുഷൻ, മതിലുകൾ അല്ലെ? സ്വയംവരം, കഥാപുരുഷൻ, മതിലുകൾ, 4 പെണ്ണുങ്ങൾ, എലിപ്പത്തായം, വിധേയൻ, നിഴൽക്കുത്ത്, ഇതൊക്കെ അടൂരിന്റെയാണ്. ബാലചന്ദ്ര മേനോന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മളെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കാര്യം നിസ്സാരം അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്ത സിനിമയാണ്. രാധ എന്ന പെൺകുട്ടി, പ്രേമഗീതങ്ങൾ, അതൊക്കെ ബാലചന്ദ്ര മേനോന്റെ. അതുപോലെ ഷാജി N. കരുണിന്റെ പിറവി, വാനപ്രസ്ഥം, കുട്ടിസ്രാങ്ക്, ഇതൊക്കെ ഷാജി N. കരുൺ. G. അരവിന്ദന്റെയാണ്. വാസ്തുകാര, മാറാട്ടം, കുമ്മാട്ടി, പോക്കുവെയിൽ, തമ്പ്, ഉത്തരായനം, കാഞ്ചന സീത, എസ്തപ്പാൻ, ചിദംബരം, ഒരിടത്ത്, ഇതൊക്കെ G. അരവിന്ദന്റെ. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ മലയാള സിനിമയുമായി ബന്ധപ്പെട്ടവരാണ്. അടുത്ത് നോക്കേ, താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന പരിശോധിച്ച് ശരിയായത് ഏതല്ല? ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രാഥമിക വ്യവസായം എന്നും വ്യവസായ മേഖലയിലെ നട്ടെല്ലെന്ന് വിളിക്കുന്നു. ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല തമിഴ്നാട്ടിലെ പോർട്ടോ നോവയാണ്. ശരിയാണ്. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് നിർമ്മാണശാല ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ശരിയാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ആധുനിക ഇരുമ്പുരുക്ക്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല തമിഴ്നാട്ടിലെ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. തെറ്റാണ് അല്ലെ? തമിഴ്നാട്ടിലല്ലോടെ, അത് കർണാടകയിലാണ്. അത് ഏതെന്ന് വെച്ചത്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല കർണാടകയിലെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. കർണാടകയിലാണ് അല്ലെ? ഇരുമ്പുരുക്ക് നിർമ്മാണശാല ആദ്യം വന്നത് തമിഴ്നാട്ടിലെ പോർട്ടോ നോവയിലാണ്. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല 1964 വന്ന ബൊക്കാറോയാണ്. ഏറ്റവും വലുത് ബൊക്കാറോയാണ്. പഠിക്കണേ. അത് ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ വന്നു. പിന്നെ ഏത് പഠിക്കൂടെ? പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്നത് ബിലായിയാണ്. ബിലായി വരുന്നത് ഛത്തീസ്ഗഡിലാണ്. അതും റഷ്യയുടെ സഹായത്തോടെ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടെ, ഫിലായി ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ, റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെ. ജർമ്മനി. ഇനി ഒരെണ്ണം കൂടി ഇല്ലേ? ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടെ. അപ്പം ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ, ഫിലായി ഛത്തീസ്ഗഡ് റഷ്യ, റൂർക്കേല ഒഡീഷ ജർമ്മനി, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടനിലാണ് അല്ലെ? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. കർണാടകയിലെ ഭദ്രാവതിയുടെ അടുത്താണ്. ഭദ്രാവതി. ഓക്കെ, അതുപോലെ വിശ്വേശ്വരയ്യ നമുക്കറിയാം, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് വിശ്വേശ്വരയ്യ. പക്ഷെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാ? അത് മഹലനോബിസ. ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? മഹലനോബിസ. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനം എന്ന സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം, സെപ്റ്റംബർ 14 ഹിന്ദി ദിനം. അപ്പൊ സെപ്റ്റംബർ 14 ഹിന്ദി ദിനം, സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. സെപ്റ്റംബർ 8
സാക്ഷരതാ ദിനമാണ്. സെപ്റ്റംബർ 8 എത്രാന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ദിനങ്ങളൊന്ന് നോക്കട്ടെ. ഫെബ്രുവരി 2 ഏതൊക്കെയാണ്? തണ്ണീർത്തട ദിനം, ദുരന്ത നിവാരണ ദിനം, തണ്ണീർത്തട ദിനവും ഇത് ചോദിക്കും. നമ്മുടെ തൊഴിലുറപ്പ് ദിനവും തണ്ണീർത്തട ദിനവും തൊഴിലുറപ്പ് ദിനവും ഫെബ്രുവരി 2 ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ക്യാൻസർ ദിനം എന്ന ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഓക്കെ, ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. CV രാമന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. മാർച്ച് 8 വനിതാ ദിനം. മാർച്ച് 8 ഏതാണ്? വനിതാ ദിനം. മാർച്ച് 21 വനദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം. 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം, 24 ക്ഷയരോഗ നിവാരണ ദിനം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 14 ഏതാ? ദേശീയ ജലദിനം. BR അംബേദ്കറുടെ ജന്മദിനമാണ് ഏപ്രിൽ 14 ദേശീയ ജലദിനം. ഏപ്രിൽ 17 ഏതാ? ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 23 പുസ്തക ദിനം. ഏപ്രിൽ 24 ഏതാ? ഏപ്രിൽ 24 നമ്മുടെ പഞ്ചായത്ത് രാജ് ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. അപ്പൊ ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, ഏപ്രിൽ 23 പുസ്തക ദിനം, ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം, ഏപ്രിൽ 25 മലേറിയ ദിനം. ഓർത്ത് വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 5 പരിസ്ഥിതി ദിനം ചോദിക്കാം. ജൂൺ 5 പരിസ്ഥിതി ദിനം. നവംബർ 14 പ്രമേക ദിനം. നവംബർ 14 ഏതാണ്? പ്രമേക ദിനം. നവംബർ 14 ചോദിക്കാം. ഭരണഘടനാ ദിനവും നിയമദിനവും നവംബർ 26. ഭരണഘടനാ ദിനവും നിയമദിനവും നവംബർ 26. വോട്ടേഴ്സ് ദിനം എന്ന വോട്ടേഴ്സ് ദിനം ജനുവരി 25. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. അപ്പൊ വോട്ടേഴ്സിന് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയിൽ ജ്ഞാനേഷ് കുമാറും കേരളത്തിൽ സനൽ കുമാറുമാണ്. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ്. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തി. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാ? റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് വെച്ചാൽ സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഗവർണർ ആരാ? സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? സൂര്യകാന്ത് ആണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമ്യ സെൻ ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ UPSC ചെയർമാൻ അഭയ് കുമാർ ആണ്. അജയ് കുമാർ ആണ് ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരെണ്ണമാണ് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? ഇപ്പോഴത്തെ വിവരാവകാശം രാജ്കുമാർ ഗോയൽ. ആദ്യത്തെ ആള് വജാഹത്ത് ഹബീബുള്ളയാണ്. ഇന്ത്യയിൽ ആദ്യമായി വജാഹത്ത് ഹബീബുള്ളയാണ് വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇപ്പോഴത്തത് രാജ്കുമാർ ഗോയൽ. മനുഷ്യാവകാശമാരാ? ഇന്ത്യയിൽ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രംഗനാഥ മിശ്രയും. ഇപ്പോഴത്തത് V രാമസുബ്രഹ്മണ്യമാണ്. വനിതാ കമ്മീഷൻ ആരാണ്? വനിതാ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തത് ജയന്തി പട്നായിക്കും. ഇപ്പോഴത്തത് വിജയ് കിഷോർ രഹിത്കർ. അങ്ങനെ ഉണ്ടല്ലോ, വിജയ് കിഷോർ രഹിത്കർ എന്ന് പറയുന്ന ആളാണ്. പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി ആയോഗിന്റെ പഠിക്കാം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ അജയ് കുമാർ ലാഹിരി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO നിധി ജിബ്ബർ ആണ് കേട്ടോ. ഇപ്പോഴത്തെ CEO ആരാണ്? നിധി ജിബ്ബർ ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരെന്ന്. പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാനയാണ് പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. ഇപ്പം കേരളത്തിൽ പുതിയതായിട്ട് രൂപീകരിച്ചത് വയോജന കമ്മീഷൻ വന്നേ സോമനാഥാണ് ചെയർമാൻ. വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിക്കാം. അതുപോലെ കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ എല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ആരാ? ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ ധനകാര്യ കമ്മീഷൻ. കേരളത്തിലെ ഹരിനായർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഹരിനായർ. അപ്പൊ ധനകാര്യ കമ്മീഷൻ പഠിച്ചു വെച്ചിരിക്കണേ. ധനകാര്യ കമ്മീഷൻ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ആരാണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് വെച്ചാൽ അരവിന്ദ് പനഗരിയും. കേരളത്തിൽ ആരാണ്? കേരളത്തിൽ ഹരിലാലാണ്. ഹരിനായർ ഹരിലാൽ മാറിപ്പോയത്. ഹരിനായർ വിവരാവകാശത്തിന്റെ കേരളത്തില് ഇത് ഹരിലാലാണ് അല്ലെ. ഇന്ത്യയിൽ എന്താണ് ധനകാര്യ കമ്മീഷൻ വന്നത്? ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ വന്നത് 51, കേരളത്തിൽ 94 വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാ വരുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നത് 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്.
50 ജനുവരി 28. ജനുവരി 28 എന്ത് വന്നു? സുപ്രീം കോടതി. 50 മാർച്ച് 15 എന്ത് വന്നു? മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ വരുന്നു. 50 മാർച്ച് 2005 ഒക്ടോബർ 12 ആര് വരുന്നു? വിവരാവകാശ കമ്മീഷൻ വരുന്നു. 1993 ഒക്ടോബർ 12 ആര് വരുന്നു? മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നു. ആ ദുരന്ത നിവാരണ അതോറിറ്റി, അതെല്ലാം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാൽ അടുത്ത ക്ലാസ് ഒത്തിരി നേരം ആയാലും നിങ്ങൾക്കൊരു ബോറായിരിക്കും. മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിന്റെ തന്നെ അടുത്ത എക്സ്പ്ലനേഷനുമായിട്ട് ഒത്തിരി ഇട്ട് കഴിഞ്ഞാലും ബോറായിരിക്കും അല്ലേ? എന്നാലും നിങ്ങൾ പോയിരുന്ന് പഠിക്കണേ. ഒരു റിവിഷൻ പോലെ കേട്ട് എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. അടുത്ത നല്ലൊരു ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.